ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് അനാലിസിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലക്സ് അനാലിസിൻ്റെ S5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് മൊഡ്യൂൾ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രസ് ഇൻ A+IB ഫോം. നമ്മൾ കോംപ്ലക്സ് അനാലിസിൽ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കുറേ പോയിന്റുകൾ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് കുറേ ഇട്ടിട്ടുള്ളത് കേട്ടോ. സോ എക്സ്പ്രസ് ഇൻ A+IB ഫോം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. വെരി ഷുവർ, 95% ഷുവറാണ്. A+IB ഫോമിൽ ചിലപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ പവറോ അങ്ങനെ എന്തെങ്കിലും സാധനം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം അറ്റ്ലീസ്റ്റ് 1 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് തന്നിട്ട് എന്ത് പറയും? A+IB ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. ഇനി ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഇക്വേഷൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറയും. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യാൻ പറയാം. ആർഗ്യുമെൻ്റ് ആൻഡ് പോളാർ ഫോമിലേക്ക് മാറ്റാനുള്ള പ്രോബ്ലംസ് വരാം. ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാനോ അത് പോളാർ ഫോമിലേക്ക് കണ്ടുപിടിച്ച് എഴുതാനോ മോഡുലസ് കണ്ടുപിടിക്കാനോ ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ ഡിമോയിവറേസ് ഫോമുല എന്താണെന്ന് നിങ്ങൾക്കറിയാം. വേണമെങ്കിൽ അത് 1 മാർക്കിന് സ്റ്റേറ്റ് ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡിമോയിവറേസ് ഫോമുല വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. നെക്സ്റ്റ് nth റൂട്ട് ആൻഡ് പവേഴ്സ് ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ nth റൂട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഫോമുല ഉപയോഗിച്ച് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും വിട്ട് കളയരുത്. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇവാലുവേഷൻ ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ തന്നിട്ട് ഇസിഡിന് വില ഇട്ട് കൊടുത്ത് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാനും അത് ഗ്രാഫായിട്ട് സ്കെച്ച് ചെയ്യാനും വേണമെങ്കിൽ ചോദിക്കാം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ആ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാം. സിമിലർലി കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻസും ചോദിക്കാം, കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലംസും ചോദിക്കാം. പിന്നെ ലിമിറ്റിൻ്റെയും കണ്ടിന്യൂറ്റിയുടെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇപ്പോൾ 2 ഫംഗ്ഷൻസിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ F+Gക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും, F-Gക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. കണ്ടിന്യൂറ്റിക്കും അങ്ങനെയാണ്. Fഉം Gയും കണ്ടിന്യൂസ് ആണെങ്കിൽ F+Gയും CFഉം F-Gയും ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് സാധനങ്ങളുടെയൊക്കെ പ്രൂഫ് പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 2 വരുവാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 2 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. ആ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൽ ഹോപ്പിത്താൽ റൂൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 95% എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, 15 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അനലിറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് CR കണ്ടീഷൻസിൻ്റെ, കോഷി-റീമാൻ കണ്ടീഷൻസിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. കോഷി-റീമാൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും അനലിറ്റിക് ഫംഗ്ഷൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അനലിറ്റിസിറ്റി പ്രോബ്ലംസ്, അതായത് CR ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലം ഉണ്ട്. അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ. അതിനകത്ത് അനലിറ്റിക് ഫംഗ്ഷനകത്തുള്ള യുവും വിയും ഹാർമോണിക് ആണെന്നൊരു തിയറം ഉണ്ട്. അത് പഠിച്ചാൽ നല്ലതാണ്. ഞാനത് എഴുതിയിട്ടില്ല, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിക്കവാറും പണ്ടൊക്കെ എന്നും ചോദിക്കുമായിരുന്നു, എല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് പിന്നെ കുറേ ഫംഗ്ഷൻസ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അനലിറ്റിസിറ്റി പ്രോബ്ലംസ് ഒക്കെ നോക്കുക. ലോഗരിതമിക് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ, ഡെറിവേറ്റീവ്, അനലിറ്റിസിറ്റി ഒക്കെ നോക്കുക. പിന്നെ ലോഗ് വരുമ്പോൾ ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാൻ പറയും. log z1 + log z2 അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. log z1 z2 ആണ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻസ് ലോഗരിതം ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അഗെയിൻ പവർ ഫംഗ്ഷൻ, ട്രിഗണോമെട്രി, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ഇവരുടെയൊക്കെ വാല്യൂസ്, പ്രിൻസിപ്പൽ വാല്യൂസ്, ഡെറിവേറ്റീവ്, അനലിറ്റിസിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കുക. അതൊക്കെ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കി പോവുക കേട്ടോ. പിന്നെ വരുന്നത് മൊഡ്യൂൾ 3 കൂടുതലും ഈ ഇൻ്റഗ്രേഷനാണ് ഫുൾ മൊഡ്യൂൾ. അപ്പോൾ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് 2 മാർക്ക് തൊട്ട് 15 മാർക്ക് വരെയും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വേണമെങ്കിൽ 2 മാർക്കിന് 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമിലർലി കോണ്ടൂർ ഇൻ്റഗ്രലും 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കോഷി തിയറവും കോഷി-ഗോസാർഡ് തിയറവും സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രോബ്ലവും പഠിക്കണം. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലമോ അല്ലെങ്കിൽ കോഷി ഇൻ്റഗ്രൽ ഫോമുല ഉപയോഗിച്ച്
ഉപയോഗിച്ച് ചെയ്യുന്ന ഏതെങ്കിലും പ്രോബ്ലമോ ആയിരിക്കും 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഡെഫിനിഷൻ പഠിക്കണം. ഫണ്ടമെൻ്റൽ തിയറം പ്രൂഫ് ആൻഡ് പ്രോബ്ലം അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ പ്രൂഫും പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ അവസാനത്തേക്ക് ലൈവ്ലിയസ് തിയറം, അങ്ങനത്തെ മൊറേറ തിയറം, കുറച്ച് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിക്കാനുള്ള കുറച്ച് തിയറംസ് ഉണ്ട്. പേരുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ നിങ്ങളതൊന്ന് പഠിച്ചു പോയേക്കാം. 1 മാർക്കിനോ 2 മാർക്കിനോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ അവസാനത്തേക്ക് ഒരു പ്രൂഫുള്ളൊരു തിയറം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി സബ്ജക്റ്റിൻ്റെ വീഡിയോസിൽ പറയുന്നത് പോലെ അല്ല, ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതാണ്ടൊരു 70% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് കാണും. എക്സാമിന് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. അത് കോൺഫിഡൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസോട് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.